ഇറാനിലെ വാതകപാടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമായി റാസ് ലഫാൻ എന്ന ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട LNG ടെർമിനലിൽ ഇറാൻ നടത്തിയ റിട്ടാലിയേഷനിൽ പ്രത്യാക്രമണത്തിൽ കനത്ത നാശമുണ്ടായതായും ആ ടെർമിനലിൽ നിന്നാണ് ഏതാണ്ട് 47-50% LNG നമ്മുടെ രാജ്യം പോലും എടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യമടക്കം ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടാൻ പോവുകയാണ് എന്നതാണ് സ്ഥിതിവിശേഷം. ഇറാൻ്റെ എണ്ണപ്പാടത്ത് ആക്രമിച്ചാൽ, അവരുടെ ഓയിൽ ഫീൽഡ് ആക്രമിച്ചാൽ, അവരുടെ ഗ്യാസ് ടെർമിനൽ ആക്രമിച്ചാൽ അവർ കടുത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം അതുവരെ ആളുകളെ കൊന്നും കെട്ടിടങ്ങൾ തകർത്തുമുള്ള കളിയാണ് ഇസ്രായേൽ നടത്തിയതെങ്കിൽ ഏറ്റവും ഒടുവിൽ അവരുടെ ഗ്യാസ് ഫീൽഡാണ് ആക്രമിച്ചത്. അതിനു മുമ്പ് ഒരു ദ്വീപ് ആക്രമിച്ച് വലിയ ആവേശത്തെ ട്രംപ് പോസ്റ്റ് ഇടുകയുണ്ടായി. ആദ്യമായിട്ടാണ് അവിടെ ആക്രമിച്ചത്. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഞങ്ങൾ ഓയിൽ ഫീൽഡ് ആക്രമിച്ചിട്ടില്ല എന്നൊക്കെ അന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ സാധാരണ പറയില്ലേ, വലിയ ചട്ടമ്പിയുടെ വലിയ സംരക്ഷണയോടിറങ്ങുന്ന കൊച്ചു ചട്ടമ്പി എല്ലാ അതിരുകളും ലംഘിച്ച് ആക്രമണം നടത്തി. അതിരുകൾ ലംഘിച്ചത് അമേരിക്കയുടെ അറിവോടെ അല്ലെന്നാണ് ഇപ്പോൾ വലിയ ചട്ടമ്പി പറയുന്നതെങ്കിലും ഇറാൻ അന്നേ പറഞ്ഞിരുന്നു റിട്ടാലിയേഷൻ കടുത്തതായിരിക്കുമെന്ന്. അവരതുപോലെ തന്നെ റിട്ടാലിയേറ്റ് ചെയ്തത് ഖത്തറിൻ്റെ പുറത്തായിരുന്നു. ഖത്തറിലെ റാസ് ലഫാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ LNG ടെർമിനലുകളിൽ ഒന്നാണ് ഈ ടെർമിനൽ. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് ഖത്തർ. അവരുടെ വരുമാനത്തോടൊപ്പം വിവിധ രാജ്യങ്ങളെ ഫീഡ് ചെയ്യുന്നതും അവരായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏതാണ്ട് 50% റിക്വയർമെൻറ്റ് ആ ടെർമിനലിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഖത്തർ എനർജി പറയുന്നത്. വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ ഡാമേജ് പരിഹരിക്കാൻ മാസങ്ങളെടുക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ രാജ്യം വളരെ ഗൗരവമായി അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. നോക്കൂ, എന്തിനാണ് ഈ യുദ്ധം? ആർക്കു വേണ്ടിയായിരുന്നു ഈ യുദ്ധം? അമേരിക്കയിലെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും റിപ്പോർട്ടുകളും പറയുന്നു അങ്ങനൊരു ഭീഷണി അമേരിക്കയ്ക്കില്ല. ഒരണുവായുധങ്ങളും അവർ ഇതുവരെ ഡെവലപ്പ് ചെയ്തതായിട്ട് സ്ഥിതിവിവരങ്ങളനുസരിച്ചുള്ള ലഭ്യമായ വിവരങ്ങളില്ല. പക്ഷേ ഈ ആക്രമണം മൂലം ഇപ്പോൾ ലോക ജനത പ്രതിസന്ധിയിലാവുകയാണ്. നമ്മുടെ നാട്ടിലും കുറേ പേരുണ്ട് കൈയടിച്ചവർ, ഇറാനെ ആക്രമിച്ച് തൊലയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് നമ്മളാണ്. മാസങ്ങളോളം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതിനെന്ത് ആൾട്ടർനേറ്റീവ് പ്ലാനാണുള്ളതെന്ന് അറിയത്തില്ല. ഇപ്പോൾ വെറുതെ പറയുകയാണ് പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, ഗ്യാസിനൊരു പ്രതിസന്ധിയുമില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഹോസ്റ്റലുകൾ അടച്ചു, കടകൾ അടച്ചു, എല്ലാ സംവിധാനങ്ങളും അടച്ചു പൂട്ടുന്നൊരു സ്ഥിതിയിലേക്കെത്തി. ഏതായാലും അതിൻ്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കുമെന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്.